സാർ, ഈ ഉക്രൈന് റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്ന താല്പര്യമില്ലെന്ന് തോന്നുന്നു. അത് ശരിക്കും ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് ഉക്രൈൻ. ജനങ്ങളധികം കൊല്ലപ്പെടുന്നില്ല, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉക്രൈൻ റഷ്യയുടെ ആണവ നിലയം ആക്രമിച്ചിരിക്കുകയാണ്. അതിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന് റഷ്യ ഔദ്യോഗികമായിട്ട് പറയുകയും ചെയ്തു. എന്താണ് ഈ സെലൻസ്കി എന്താണ് ഉദ്ദേശിക്കുന്നത്? റഷ്യയുടെ അടുത്ത് പിടിച്ചു നിൽക്കാനുള്ള ആയുധബലമോ ആൾബലമോ കരുത്തോ അവർക്കില്ല. എന്നിട്ടും എന്തിനാണ് ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? ഈ ട്രംപ് വന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചത് റഷ്യ ഉക്രൈൻ ഇതങ്ങ് യുദ്ധമെല്ലാം അവസാനിപ്പിക്കും കഴിഞ്ഞു. ട്രംപ് അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പ്രചാരണ വേള പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്നത്. പലരെയും വിരട്ടിക്കൊണ്ട് ഇറാനെ വിരട്ടുന്നു, എല്ലാവരെയും വിരട്ടി. അതുപോലെയുള്ള ഒന്നായിരുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പലർക്കും സംശയമുണ്ട്, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട് അല്ലേ? അതെ, ഇടയ്ക്കിടയ്ക്ക് ഈ ഉക്രൈൻ പോയിട്ട് റഷ്യയെ ചൊറിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഈ റഷ്യയുടെ ആണവ നിലയങ്ങൾ, അതായത് കുർസ്ക് മേഖലയിലെ 3 ആണവ നിലയങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം ആക്രമിച്ചു എന്ന് വെച്ചാൽ ഡ്രോൺ ഉപയോഗിച്ചാണ് അവിടെ സ്ഫോടനം നടത്തിയത്. അത് നിസ്സാരമല്ല. അവിടുത്തെ ഇതിന്റെ ഇന്ധനം കയറ്റുമതി ചെയ്യുന്ന, അവിടുന്ന് ഇന്ധനം കയറ്റുമതി ചെയ്യുന്ന ടെർമിനലിന് തീ പിടിച്ചു. അപ്പോൾ റഷ്യ അത് സമ്മതിച്ചിട്ടുണ്ട്, ഇവിടെ നാശനഷ്ടങ്ങളുണ്ടായി, ഒരു റിയാക്ടറിന് കേട് പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ എന്ന് റഷ്യ സമ്മതിച്ചു. അപ്പോൾ റഷ്യ സാധാരണ ചൈനയെ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെയോ ഒന്നും കള്ളം പറയുന്ന ഒരു രാഷ്ട്രമല്ല. അവർ വളരെ കൃത്യമായിട്ട് ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾക്ക് ഇന്ന കേടുപാടുകൾ ഉണ്ടായി എന്ന് അവർ സമ്മതിച്ചു. ഇത് റഷ്യ സമ്മതിച്ചു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാം. റോയിട്ടേഴ്സ് ഒന്നും അങ്ങനെ കള്ളം പറയില്ലല്ലോ. പക്ഷേ ഇവിടെ സാറേ എനിക്ക് തോന്നുന്നത് ഈ വ്ളാഡിമിർ സെലൻസ്കി, യുക്രൈൻ്റെ പ്രസിഡന്റ്, ഇപ്പോഴും ഈ ട്രംപിൻ്റെ താളത്തിനനുസരിച്ച് തുള്ളുകയാണ്. ട്രംപ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല, നിങ്ങൾ അവരുമായിട്ട് സമാധാന കരാറുണ്ടാക്കുക, അല്ലാതെ വെടിനിർത്തലൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. എന്നിട്ടും ഈ സെലൻസ്കി നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇല്ല, നാറ്റോയിൽ അംഗത്വമില്ല, ഇതൊന്നും കിട്ടില്ല, അത് വ്യക്തമായി കഴിഞ്ഞു. ഞാനതിൻ്റെ ഒരുപാട് നമ്മൾ പറഞ്ഞു പഴകിയ സംഭവങ്ങളാണ്, തീരെ ആഴങ്ങളിൽ പോയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് വലിയ മേൽക്കൈയുണ്ട്. എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ റഷ്യയോട് ചൊറിയാൻ പോകുന്നത്? ഇങ്ങനെ റഷ്യയോട് ചൊറിഞ്ഞ് ഈ സെലൻസ്കിയെ കൊണ്ട് റഷ്യയെ ചൊറിയിപ്പിക്കുന്നതിലൂടെ ഈ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കിത് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു കൂട്ടർക്കും താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ട്രംപ് ഈ രണ്ട് വശവും നിന്ന് കളിക്കുന്നുണ്ടല്ലോ. അതെ, പുടിൻ്റെ ഭാഗത്ത് നിൽക്കും, സെലൻസ്കിയുടെ ഭാഗത്ത് നിൽക്കും. നമ്മൾ കണ്ടതാണ്, ഇടയ്ക്ക് പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ നടന്നു. അപ്പം നരേന്ദ്രമോദി ഇക്കാര്യത്തിനകത്ത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, യുദ്ധത്തിൻ്റെ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. സെലൻസ്കിയും ഒക്കെ ആയിട്ട് നമുക്ക് വലിയ സൗഹൃദമൊക്കെ എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നോക്കിക്കൊണ്ട് റഷ്യക്കെതിരെ വീണ്ടും ട്രംപിൻ്റെ ഉപരോധ ഭീഷണിയും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ചില വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ലോകത്തെ എത്രയോ ഇടങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഇപ്പോഴും ആരും അറിയുന്നില്ല എന്നുള്ളത്. അതെ, ചർച്ചയാകുന്നില്ല. ഇപ്പം ഇസ്രായേൽ ഗാസ ഉണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം 63 പേര് മരണമുണ്ടായി. അപ്പോൾ ആ യുദ്ധം നിൽക്കുന്നു. 63 പേരുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യുദ്ധം തന്നെയാണ്. പക്ഷേ വലിയ ആക്രമണമാണ്, ചെറുതല്ല. വാർത്തകളിൽ ഒരു മൂലയ്ക്ക് മാത്രം ഒരു വാർത്താ പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ്. ഈ പണ്ടാരോ പറയുമല്ലോ, ഈ എന്നും ചാവുന്നിടത്ത് കരയാൻ ആളുണ്ടാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. ഗാസയിൽ ഇത്ര പേര് മരിച്ചു എന്ന് പറയുന്നത് ഓരോ ദിവസം കണക്കങ്ങ് പറഞ്ഞാൽ മതി. 15 പേര്, 60 പേര്, 24 പേര്, ഇങ്ങനെ കണക്കങ്ങ് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമായി തീർന്നിരിക്കുകയാണ്. ഇതുപോലെ ചെറിയ യുദ്ധങ്ങൾ ചെറിയ രാജ്യങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് ഒക്കെ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് ഈ ഇസ്രായേൽ ഗാസ, റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് റഷ്യയിലെ ലെനിൻഗ്രാഡ് മേഖലയിലെ ഉസ്തലുഗു തുറമുഖത്താണ് ഡ്രോൺ ആക്രമണത്തിൽ തന്നെ തീപിടുത്തം വരെയും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊന്നും ചെറിയ സംഭവങ്ങളല്ല.
ഇതിപ്പോൾ ട്രംപ് ഏത് തരത്തിൽ ഇവരെ പരിഹരിച്ച് നിർത്തും എന്നുള്ളത്. ട്രംപിന് സാറേ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് ഈ സെലൻസ്കിയെ പറ്റിച്ച് ഉക്രൈനിലെ ധാതു സമ്പത്ത് അടിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ യാതൊരു ഉദ്ദേശവും ട്രംപിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ഈ എന്താ പറയുക, മുച്ചൂടും നശിപ്പിക്കുക, തകർക്കുക, എന്നിട്ട് അവിടെ കൊള്ളയടിക്കുക എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശമാണ് ട്രംപിന് ഉക്രൈൻ്റെ കാര്യത്തിൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഉക്രൈൻ നാശത്തിലേക്ക് ആ രാജ്യം, കാരണം ഉക്രൈനെ നിങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകാം, നിങ്ങൾക്ക് ആയുധങ്ങൾ നൽകാം, റഷ്യയെ പോയി അടിച്ചോ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞ് ഇളക്കി വിട്ടുകൊടുത്തത് ബൈഡനാണ്. അപ്പോൾ ബൈഡൻ ഒരു വശത്ത് നിന്ന് ആയുധങ്ങൾ കൊടുക്കുകയും സഹായം നൽകുകയൊക്കെ ചെയ്തു. ഉക്രൈൻ ചാടി ഇറങ്ങി അടിക്കാൻ തുടങ്ങി. ഈ അടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉക്രൈനിന് മനസ്സിലായത് നാറ്റോ അംഗത്വം കിട്ടത്തില്ല, ഈ ബൈഡൻ്റെ സഹായം എന്നും കിട്ടില്ല. കാരണം അവിടെ ഇലക്ഷൻ വരുമ്പോൾ ബൈഡൻ മാറി അടുത്ത പ്രസിഡന്റ് വരുന്നത് ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരുന്നു, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആൾ വരുമ്പോഴത്തേക്കും ഇത് പൊളിയും എന്നുള്ള കാര്യം സെലൻസ്കിക്കും അറിയാം. ഏതാണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ട്രംപ് വന്നപ്പോൾ ട്രംപ് പറഞ്ഞു മറ്റതുപോലെ ഞങ്ങൾക്ക് തരാനൊന്നുമില്ല, ഇവിടെ ഞങ്ങൾക്ക് തന്നെ കാശ് വലിയ പ്രശ്നമാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ ഈ ഞങ്ങൾ ചിലവാക്കിയ പണം തിരിച്ചു തരണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞ് ധാതു സമ്പത്തുകൾ അവിടുന്ന് ചൂഷണം ചെയ്യാനുള്ള കരാർ ഒപ്പിട്ട മോനാണ് ട്രംപ്. അപ്പോൾ പിന്നെ ഈ ട്രംപിൻ്റെ ഉദ്ദേശം, അമേരിക്കയുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഉക്രൈനെ നന്നാക്കാനോ രക്ഷിക്കാനോ ഒന്നും അല്ല, ഉക്രൈനെ കുരുതി കൊടുത്തിട്ടാണെങ്കിലും അവിടുന്ന് ഞങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും, അമേരിക്കയ്ക്ക് എന്ത് നേട്ടമുണ്ടാകും, ഇതാണ് അമേരിക്കയുടെ താല്പര്യം. പുടിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെയൊക്കെ ഈ പറഞ്ഞ പോലെ അമേരിക്കയാണെങ്കിലും ശരി, യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ശരി, ഉക്രൈനെ അനാവശ്യമായിട്ട് സഹായിക്കാനും ഞങ്ങൾക്കെതിരെ തിരിക്കാനും ശ്രമിച്ചാൽ ഞങ്ങൾ കനത്ത തിരിച്ചടി തന്നെ കൊടുക്കും എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് പുടിൻ. അത് നരേന്ദ്രമോദി തന്നെ അവിടെ സന്ദർശനത്തിന് പോയപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇത് യുദ്ധങ്ങളുടെ കാലമല്ല, നിങ്ങളിത് മനസ്സിലാക്കണം എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടിതാണ്, ഇത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആദ്യം ഈ കുത്തിത്തിരിപ്പ് അവസാനിപ്പിക്കട്ടെ, അവർ മിണ്ടാതിരുന്നാൽ ഞങ്ങൾ മിണ്ടാതിരിക്കാം. മറിച്ച് ഈ യുക്രൈനെ പോലെയുള്ള കൊച്ചു രാഷ്ട്രങ്ങളെ ഇങ്ങനെ, ഈ ഭൂമിയാണ് എല്ലാവരുടെയും പ്രശ്നം, അതിരുമാന്തലാണ് ഈ നടക്കുന്നത്, അതാണ് അവസാനം യുദ്ധത്തിലെത്തി നിൽക്കുന്നത്. ഈ അതിരുമാന്തൽ, ധാതു സമ്പത്തുകൾ, പ്രകൃതി വിഭവങ്ങൾ, ഇതൊക്കെ കൊള്ളയടിക്കുക, ഇത് തന്നെയാണ് എല്ലാവരുടെയും. ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴേ അതിനകത്തുള്ള നോട്ടം ഒന്നുകൂടെ കൂടി. കാരണം ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. അപ്പം അതിനകത്ത് ഇവരെ രണ്ടുപേരെയും കൂടെ അടിപ്പിച്ചുകൊണ്ട് രക്തം കുടിക്കുന്നു. അതെ, മുട്ടനാടുകളെ തമ്മിൽ അടിപ്പിച്ച് രക്തം കുടിക്കുന്ന കുറുക്കൻ. അങ്ങനെയുള്ള ഒരു സ്വഭാവം മാത്രമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനുമായിട്ടൊരു കൂട്ടുകെട്ടിലേക്ക് പോകുന്നില്ലേ, അത് വെച്ചുകൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്താനാണ് ശ്രമം നടത്തുന്നത്. അപ്പോൾ ട്രംപിന്റെ ഈ എല്ലായിടത്തും പയറ്റുന്ന ആ കളി ഇവിടെ നടക്കില്ലെന്ന് ട്രംപിന് മനസ്സിലായി. ട്രംപിന്റെ ഈ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് ഒരു വല്ലാത്ത, പിന്നെ ട്രംപിന് തന്നെ നാശം സംഭവിക്കുന്ന തരത്തിലേക്കുള്ള, സ്വയം ഒരു കുഴി കുഴിച്ച് അതിനകത്ത് ചാടിയതുപോലെ ആണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങും പരിഹരിക്കാൻ ഒന്നും കഴിയാത്ത അവസ്ഥയിലും ട്രംപൊക്കെ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഇന്ത്യയുമായി ഞാൻ എല്ലാ യുദ്ധവും അവസാനിപ്പിച്ച് നോബൽ സമ്മാനം വാങ്ങും എന്നാണ് ട്രംപിന്റെ വീമ്പ് പറച്ചിൽ. ഇതിപ്പോ യുദ്ധം അവസാനിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ഉള്ള യുദ്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, പുതിയത് തുടങ്ങി ഉള്ളതിന് മൂർച്ച കൂടുകയും ചെയ്തു.